ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരിക്കലും വിടാൻ പാടില്ലാത്ത സാധനമാണ് സൺസ്ക്രീൻ. ഡെർമോക്കോൻ്റെ സൺസ്ക്രീനാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. അത് 2 ഫിംഗർ റൂൾ പ്രകാരമാണ് അപ്ലൈ ചെയ്യുന്നത്. സാധാരണ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇപ്പോഴത്തെ വെയിൽ നമ്മൾ കരിവാളിച്ച് പണ്ടാറിറങ്ങും. അതുകൊണ്ട് നല്ലോണം സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വൈറ്റ് കാസ്റ്റിംഗ് വളരെ കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഞാൻ സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം ഫാൻ്റെ അടിയിൽ പോയിരിക്കും. കാരണം നമുക്ക് ഭയങ്കര ചൂടെടുക്കുന്ന ഒരു ഫീൽ ചെയ്യാറില്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകാറില്ലേ? പൊതുവേ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് ആ ഒരു ലെയർ പോലെ ഫോം ചെയ്യുന്നതിൻ്റെ ആ പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ചൂടെടുക്കൽ. അപ്പോൾ നല്ലോണം അത് ഞാൻ കഴുത്തിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ B5 10% മോയ്സ്ചറൈസറാണ്. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് ഓയിലി ആൻഡ് കോമ്പിനേഷൻ സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറച്ച് നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ഒരു നല്ല മാറ്റമുണ്ട് ഞാനത് അപ്ലൈ ചെയ്യുമ്പോൾ. പിന്നെന്താ, അപ്പോൾ മോയ്സ്ചറൈസർ ഇട്ട് ഇത് രണ്ടും സെറ്റ് ചെയ്യണമല്ലോ. സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും ഇപ്പം ഞാൻ വീട്ടിലായില്ലത്, അമ്മേൻ്റെ അടുത്തായില്ല. അതുകൊണ്ട് ഞാൻ അമ്മേൻ്റെ പോൺസ് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും പോൺസ് പൗഡറിൻ്റെ മണം നല്ല മണം. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഓക്കെ. അപ്പോൾ ഇനി അതിനുശേഷം ഞാൻ ഈ ഹൈഫൻ്റെ ഒരു ലിപ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് 30 SPF ഉണ്ട്. പിന്നെ പിഗ്മെൻറ്റേഷൻ കുറക്കും. പിന്നെ ഭയങ്കര നോൺ സ്റ്റിക്കിയാണ്. ഒരു ഗ്ലോസി ഇപ്പോൾ കണ്ടാൽ നിങ്ങൾ, ഞാനത് ലിപ്പിലിട്ട തന്നെ ഒരു ഗ്ലോസി ഫീലിംഗ് ഉണ്ട്. നല്ല ഫോമിലാണ്. വിറ്റാമിൻ E, C, പിന്നെ കോജിക് ആസിഡ്, അവഗാഡോ ഓയിൽ അങ്ങനെയുള്ള സാധനങ്ങളിലുണ്ട് എന്നാണ് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തു. അത് കളർ എസൻസിൻ്റെ മോയിസ്റ്റ് മാറ്റ് ലിപ് കളറാണ്. അത് ലോങ് സ്റ്റേ ഇൻറ്റൻസ് പിഗ്മെൻറ്റഡ് വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക് ഷെയ്ഡ് 11 ആണ്. ലാബ്ലേ എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. ഇത് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞ സാധനം എനിക്കിഷ്ടം ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേങ്കിൽ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അത് ഞാൻ കുറേ അകത്തേക്കും എന്തെങ്കിലും വെള്ളം കുടിക്കും തിന്നുകയും ചെയ്യുമ്പോൾ അകത്തേക്കും പോവും, കുറേ പുറത്തേക്കും പോവും. അതുകൊണ്ട് ഭയങ്കര ലോങ് ലാസ്റ്റിങ് കിട്ടാറില്ല. എൻ്റെ ഗുണം കൊണ്ടാണ്. എനിക്ക് അത്ര ഗുണമില്ല ലിപ്സ്റ്റിക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഐലൈനർ. ഇവിടെ ഞാൻ ഡാസ്ലറിൻ്റെ ഐലൈനർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ പ്രാവശ്യം ഞാൻ ഇന്നർ കോർണർ മുതൽ ഔട്ടർ കോർണർ വരെ ഒരു ബൗണ്ടറി വരച്ചു, ഒരു ബോർഡർ വരച്ചു. കണ്ണിൻ്റെ കുറച്ച് ഗ്യാപ്പ്, നമ്മളെ ഈ ഐലാഷിൻ്റെ തൊട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വരച്ചത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഐലൈനർ ഫില്ല് ചെയ്ത് കൊടുത്തു. അന്നേരം നമുക്ക് എന്താ പറയണ്ടേ, അധികം തെറ്റിപ്പോവില്ല. ഐലൈനർ വരക്കൽ ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഇങ്ങ് വരക്കുമ്പോൾ അങ്ങ് പോവും, ആടുന്ന് വരക്കുമ്പോൾ ഇപ്പുറത്തേക്ക് പോവും. അങ്ങനെ കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ താഴെ വരക്കുന്നത് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമൊക്കെയാണ്. പക്ഷേങ്കിൽ ഇത് മായ്ച്ച് കളയാനുള്ള ഭയങ്കര പാടാണ്. 2 ദിവസം എല്ലാം ഇങ്ങനെ ഭദ്രാളിനാരി ഉണ്ടാവും കണ്ണിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട്. അപ്പോൾ എന്നാലും എൻ്റെ ഭയങ്കര ഒരു കണ്ണിന് ഐലൈനറും അതൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഒരു ഉറങ്ങിയ മാതിരി ഉണ്ടാവും, ഒരു ദുഃഖം മാതിരി ഉണ്ടാവും, ദുഃഖവനിത മാതിരി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ കൺമഷിയല്ല ഐലൈനറോ എന്തെങ്കിലും ഇടും. അങ്ങനെ നമ്മൾ ഒരു കണ്ണ് റെഡിയായി, 2 കണ്ണ് റെഡിയായി. യെസ്. ഇനി നമുക്ക് എന്താണ്, കണ്ണും ചുണ്ടും മുഖമൊക്കെ കഴിഞ്ഞല്ലോ. ഇനി ഓക്കെ, പിരികുണ്ട്. ശരിയാണ്. അപ്പോൾ പിരികത്തിൽ ഞാനൊരു ബ്രൗൺ ഐബ്രോ പെൻസിൽ ആണ് യൂസ് ചെയ്തത്. അത് ജസ്റ്റ് ഒന്ന് ബോർഡർ ഒന്ന് വരച്ച് ഷേപ്പ് ചെയ്യാനും, അങ്ങനെ ജസ്റ്റ് ഞാനിങ്ങനെ ടച്ച് ചെയ്യുള്ളൂ. അങ്ങനെ ഭയങ്കര കട്ടിയിൽ വരക്കാറില്ല, എന്നാലും ഒരു രസം ഉണ്ടാവില്ല. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ അതിൻ്റെ എവിടെയാണോ കുറവുള്ളത് അവിടെ ഒന്ന് ബോർഡർ ചെയ്യും. എന്നിട്ട് നമ്മളെ കൈ കൊണ്ടിങ്ങനെ ജസ്റ്റ് തുടച്ച് കളയും. അന്നേരം അങ്ങനെ ഒരു നാച്ചുറൽ ലുക്കും കിട്ടും. ആ ഒരു ഫില്ലിങ് കംപ്ലീറ്റ് ആയ മാതിരി എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഐബ്രോ ഞാൻ ചെയ്യാറ്. ഇനി എന്താ, ശരിയാ, പൊട്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പൊട്ട്. അപ്പം ഞാനൊരു കറുത്ത പൊട്ട് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ വെച്ചപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടമായില്ല. അത് പിന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുഞ്ഞിലേക്ക് വീണ്ടും കുഞ്ഞ് സൈസ് ചെറിയ പൊട്ടില്ലേ, ചുവപ്പ് പൊട്ട്, അതിലേക്ക് മാറി. പിന്നെ എന്നെ കാണാൻ ഭദ്രകാളിന് മാതിരി ഉണ്ട്. രാവിലെ കുളിച്ച പാടുള്ള സമയമാണ്. പിന്നെ അതുപോലെ തന്നെ മുടി ഉണങ്ങാൻ ഞാൻ ഡ്രയറൊന്നും ഉപയോഗിക്കാറില്ല. എനിക്ക് ഉപയോഗിക്കാറില്ല സത്യം പറഞ്ഞാൽ. കാറ്റിൽ തന്നെ ഉണക്കലാണ് പരിപാടി. എനിക്ക് പേടിയാണ്. നല്ല തന്നെയായിരിക്കും, പക്ഷേങ്കിൽ എന്തോ എനിക്ക് അധികം താല്പര്യമില്ല അങ്ങനത്തെ കാര്യമൊന്നും. പിന്നെ കമ്മൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഈ റിങ് കമ്മലുണ്ടല്ലോ, അതാണ് ട്രൈ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ലുക്ക് കംപ്ലീറ്റ് ആയി. ഇനിയാണ് നമ്മുടെ ഷോ ടൈം. അപ്പോൾ എൻ്റെ ഷോ കണ്ട് ആസ്വദിക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നെ എല്ലാവരും സന്തോഷമായിരിക്കുക, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുക. നമ്മളെങ്ങനെയല്ല നമുക്ക് നമ്മളെ ഇഷ്ടത്തിൽ ചെയ്യാൻ പറ്റുമോ അതുപോലെയെല്ലാം ചെയ്യുക. ഓക്കെ.
അപ്പോൾ ഇതാണ് ഇതെൻ്റെ ചുരിദാർ, കോട്ടൺ ചുരിദാറാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ അനാർക്കലിയൊക്കെ പോലത്തെ, പക്ഷേ സൈഡിൽ സ്ലിറ്റുള്ള ഒരു ചുരിദാറാണ്. പിന്നെ അതിന് വെച്ച് ഞാൻ വാച്ച് പെയർ ചെയ്തിട്ടുണ്ട്. ചെരുപ്പ് ഞാൻ ഇട്ടിട്ടില്ല, മറന്നുപോയി. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.